മറ്റു മണ്ഡലങ്ങളെ വെച്ച് നോക്കുമ്പോൾ വടകരയിൽ പോളിംഗ് ഒരല്പം കുറവാണ് എന്നതാണ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. കാരണം 12 മണി വരെയുള്ള കണക്ക് പ്രകാരം 26.65% വടകരയുടെ പോളിംഗ്. അത് ഒരു അല്പം കുറവ് തന്നെയാണ്. വടകര മണ്ഡലത്തിൽ 27.22, കുറ്റ്യാടിയിൽ 25.64, നാദാപുരത്ത് 24.92, കൊയിലാണ്ടിയിൽ 25.54, പേരാമ്പ്രയിൽ 25-ന് മുകളിൽ, തലശ്ശേരിയിൽ 30-നോട് അടുത്തിട്ടുണ്ട്, കൂത്തുപറമ്പ് 27.39% എന്നിങ്ങനെയാണ് വടകര മണ്ഡലത്തിൽ ഓരോ നിയമസഭാ മണ്ഡലങ്ങൾ തിരിച്ചുള്ള പോളിംഗ് എന്നത്. പക്ഷേ ഓരോ ബൂത്തുകളിലേക്ക് വരുമ്പോഴും വലിയ തിരക്ക് തന്നെയാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് നെല്ലാച്ചേരിയിലെ 31-ാം നമ്പർ ബൂത്താണ്. കെ രമ MLA വോട്ട് ചെയ്യുന്നതിനായി വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട്, വരി നിൽക്കുകയാണ്. നല്ല തിരക്ക് തന്നെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലും നമ്മൾ ഒരുപാട് ബൂത്തുകളിൽ പോയി രാവിലെ മുതൽ തന്നെ എല്ലായിടത്തും തിരക്കുണ്ട്. പക്ഷേ ഈ പോളിങ്ങിലെ കുറവ് വരാൻ കാരണം പോളിംഗ് എന്നത് ഒരു വേഗക്കുറവ്, യന്ത്രങ്ങൾക്കുൾപ്പെടെ വേഗക്കുറവുണ്ട് എന്നാണ് മുന്നണികൾ തന്നെ പറയുന്നത്. ഉച്ചതിരിഞ്ഞ് കൂടുതൽ പോളിംഗ് ഉണ്ടാകും, വലിയ രീതിയിൽ തന്നെ ഉയരും എന്നൊരു വിലയിരുത്തലിലാണ് എല്ലാ മുന്നണികളും ഉള്ളത്. ഒപ്പം തന്നെ പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. വടകരയിൽ പ്രതീക്ഷിക്കേണ്ടതല്ല ഇത്. വടകരയിൽ കൂടുതൽ പോളിംഗ്, കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് കരുതുന്നത്. ഇപ്പൊ ചില സാങ്കേതിക കാരണങ്ങളാകാം. ക്യൂവിലുണ്ട്, സ്ഥാനാർത്ഥിക്ക് തുല്യമാണ്. അതെ അതെ. പക്ഷേ ഷാഫി പറമ്പിലിനേക്കാൾ സ്ഥാനാർത്ഥിയായിരുന്നു ഞാനാണ് എന്ന് പറയുന്ന വീര്യത്തോടു കൂടിയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കെ രമ ഉണ്ടായിരുന്നത്.